വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് ഒരു മാസം തികഞ്ഞു. മെയ് 18-നാണ് മുഖ്യമന്ത്രി സതീശനും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഒരു മാസം എന്നത് ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള കാലയളവേ അല്ല. എന്നാൽ ഈ 31 ദിവസങ്ങൾ കൊണ്ട് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പല തീരുമാനങ്ങളും സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനം. കഴിഞ്ഞ 10 വർഷത്തെ എൽ.ഡി.എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം നയിച്ച് വിജയിച്ചു വന്ന യു.ഡി.എഫ് 31 ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തെ ഒന്നടങ്കം കയ്യിലെടുത്തിരിക്കുകയാണ്. ഒരു പിടി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇതിനോടകം സതീശന് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാകുന്നു എന്നത് യു.ഡി.എഫിനെ സംബന്ധിച്ച് രാഷ്ട്രീയ വിജയം കൂടി നൽകുന്നുമുണ്ട്. അധികാരമേറ്റ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചരിത്രപരമായ 2 തീരുമാനങ്ങളാണ് സർക്കാർ എടുത്തത്. ഒന്ന്, വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്, അത് രാജ്യത്ത് തന്നെ ആദ്യം. രണ്ടാമത്തേത്, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കേരള ചരിത്രത്തിൽ ആദ്യം. ഈ പദ്ധതി പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന പേരിൽ ഓർഡിനറി ബസ്സുകളിൽ ജൂൺ 15 മുതൽ നടപ്പിലാക്കി തുടങ്ങി. സംസ്ഥാനത്ത് സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ ശക്തി പകരുന്ന നിർണായകമായ നീക്കം. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ആശാവർക്കർമാരുടെ വേതനത്തിൽ 3000 രൂപയുടെയും അംഗനവാടി ജീവനക്കാർ, സ്കൂൾ പാചക തൊഴിലാളികൾ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപയുടെയും വർധനവ് വരുത്തിയുള്ള തീരുമാനവും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത പദ്ധതി കേരളം ഒന്നാകെ ഇന്ന് കൈയടിക്കുന്ന തുഫാൻ ദി നർക്കോട്ടിക് ഹണ്ടാണ്. മയക്കുമരുന്ന് മാഫിയകളുടെ വേരിറക്കാനുള്ള നീക്കം വൻ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷവും എൽ.ഡി.എഫ് സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞ മേഖലയിലാണ് യു.ഡി.എഫ് ഒരു മാസം കൊണ്ട് വമ്പൻ നീക്കം നടത്തിയിരിക്കുന്നത്. അമ്മമാർ ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് സല്യൂട്ട് അടിക്കുകയാണ്. ഇതിനൊപ്പം ചേർന്നാണ് എക്സൈസ് വകുപ്പ് ലഹരിക്കെതിരായ പോരാട്ടത്തിന് ഓപ്പറേഷൻ തണ്ടർ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി നിയമവ്യവഹാരങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്ന എറണാകുളം മലയിടം തുരുത്തുന്നതിയിലെ ഭൂമി പ്രശ്നത്തിന് സർക്കാർ ശാശ്വത പരിഹാരം കണ്ടു. ഇത് സർക്കാരിന്റെ മാനുഷിക മുഖം വ്യക്തമാക്കുന്ന ഒന്നായി മാറി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെയറെയിലിനായി വീടിന്റെ അടുക്കളയിൽ പോലും സ്ഥാപിച്ചിരുന്ന മഞ്ഞക്കുറ്റികൾ പിഴുതെറിയുവാനുള്ള നടപടി യു.ഡി.എഫ് സർക്കാർ കൈക്കൊണ്ടു. കെയറെയിൽ എന്ന വിവാദ പദ്ധതി അവസാനിപ്പിച്ച് ഉത്തരവിറക്കി. ഇത് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ആശ്വാസമേകിയത്. ഈ വർഷം ഓഗസ്റ്റ് 31-ന് അവസാനിക്കുന്ന PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടിയത് ഉദ്യോഗാർത്ഥികൾക്ക് സഹായകമായി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം, വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് എന്നീ കേസുകളിൽ SIT-യെ രൂപീകരിച്ച് തുടരന്വേഷണം നടക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനിരയായ ഹർഷിന എന്ന യുവതിക്ക് സർക്കാർ ജോലി നൽകി. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക നില ജനത്തിനു മുന്നിലെത്തിച്ച് ധവളപത്രം പുറത്തിറക്കി. വിഷൻ 2031 കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ വലിയ സുരക്ഷാ കമ്പടി വേണ്ടെന്ന ചരിത്രപരമായ തീരുമാനം വി.ഡി. സതീശൻ കൈക്കൊണ്ടു. ഗാർഡ് ഓഫ് ഓണർ ആചാരം അവസാനിപ്പിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഒരു വനിതയെ തെരഞ്ഞെടുത്തു. സർക്കാരിന്റെ ആദ്യ 100 ദിന കർമ്മ പരിപാടിക്ക് ജൂലൈ 1-ന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു. സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരാൻ എല്ലാ വകുപ്പുകളിലും ഫിനാൻസ് അഡ്വൈസർ തസ്തികയ്ക്ക് രൂപം നൽകുമെന്ന പ്രഖ്യാപനം ഇന്നലെ മുഖ്യമന്ത്രി നടത്തി. ഇത്രയൊക്കെ ജനകീയ ഭരണവുമായി മുന്നോട്ടു പോകുമ്പോഴും ചുരുങ്ങിയ കാലയളവിൽ വിവാദമുണ്ടാക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടിട്ടില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചതിൽ തുടങ്ങുന്നു വിവാദങ്ങളുടെ പട്ടിക. നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചില്ലെന്നതായി അടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിന് യു.ഡി.എഫ് സർക്കാർ കീഴ്പ്പെടുന്നു എന്നും വിമർശനമുണ്ട്. ഏറ്റവും ഒടുവിൽ തങ്ങൾ തന്നെ കഴിഞ്ഞ കാലത്ത് ഒപ്പിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാണ് പ്രതിപക്ഷത്തിന്റെ വിവാദം. ഇതിനൊപ്പം സർക്കാർ ജാഗ്രത കുറവ് മൂലം വരുത്തിവെച്ച ചില വിവാദങ്ങളുമുണ്ട് എന്നതിൽ സംശയമില്ല. മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫിലെ ബന്ധു നിയമനം, ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനമൊക്കെ പിന്നീട് തെറ്റു മനസ്സിലാക്കിയ സർക്കാരിന് തിരുത്തേണ്ടി വന്നു. ഇവയൊക്കെ കുറച്ചു നേരത്തേക്കെങ്കിലും പ്രതിപക്ഷത്തിന് വിവാദമാക്കാനുള്ള വിഷയങ്ങളായി മാറി. എന്തായാലും ഒരു മാസം പിന്നിടുമ്പോൾ യു.ഡി.എഫ് സർക്കാരിന് അഭിമാനിക്കാനുള്ള വക തന്നെയാണ് ഏറെയും.